1.5 വർഷം മുന്നേ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് വീണ്ടും പൊക്കി പിടിച്ചുകൊണ്ട് വന്നേക്കുന്നത് മിസ്സിസ് വഫ ഹുസൈനാണ്. അപ്പോൾ വഫ ഹുസൈൻ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, എന്താ രാമേന്ദ്ര പ്രശ്നം? ഇതെനിക്ക് അടുത്ത് വന്ന ഒരു മെസ്സേജാണ്. അതായത് ഈ ഒരു കുട്ടി അവരുടെ അക്കൗണ്ടിൽ ഇങ്ങനെ റീൽസ് വീഡിയോ ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ആസിഫ് അതിന് വളരെ വൃത്തികെട്ട രീതിയിൽ ഹോമോഫോബിക് ആയിട്ട് ബോഡി ഷെയ്മിങ് ചെയ്തുകൊണ്ട് ആ വീഡിയോക്ക് റിയാക്ട് ചെയ്യുന്നു. ഇത് ഈ കുട്ടിയെ വളരെ മെന്റലി തളർത്തുകയും മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ഇതൊന്ന് റിമൂവ് ചെയ്യോ എന്ന് ആസിഫിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അതുപോലെ തന്നെ വളരെ വളരെ മോശം രീതിയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾപ്പിച്ചുതരാം. നീ നല്ല ചെറുക്കൻ, ഓക്കെ, നീ ചെറുക്കൻ, ഓക്കെ, യു ഐഡന്റിഫൈ ആസ് എ മെയിൽ. നീ കേറിയില്ല ഇതുപോലെ തന്നെ ഇഗ്നോർ ചെയ്യണേ, ഓക്കെ, യു ആർ സ്റ്റിൽ എ ശിഖണ്ഡി. ഓക്കെ, അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ഇതിന് ശേഷം ആ കുട്ടിയെ സ്വന്തം അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്തു. ആ കുട്ടി അനുഭവിച്ച ഒരു മാനസിക സമ്മർദ്ദം എക്സ്ട്രീമാണ്. നമുക്കത് വിവരിക്കാൻ കൂടി പറ്റില്ല. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. പക്ഷേ അദ്ദേഹത്തിന്റെ കോണ്ടന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുള്ളിക്കാരന്റെ കോണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡൊക്കെ സെക്ഷലൈസ് ചെയ്ത് കാണിക്കുകയും അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ ഒന്ന് ബൾജ് ചെയ്ത് ഇതുപോലെ വീഡിയോസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പുള്ളിക്കാരുടെ ജോലി. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. കത്തി ഞാൻ ഒരു ദിവസം ഞാനൊരു ഫ്രണ്ട് കൂടി ലൈവ് ഇടുമായിരുന്നു. അങ്ങനെ ആ ഒരു ലൈവിൽ ഇവൻ കയറി വന്ന് കുറെ മെസ്സേജ് എന്റെ വീട്ടുകാർക്ക് എന്റെ തന്തയ്ക്കും തലക്കൊക്കെ കുറെ വിളിച്ചു. അങ്ങനെ ഞാൻ വളരെ മൃദുലമായിട്ട് മാന്യമായിട്ട് ചെറുക്കനെ ഞാൻ ലൈവിൽ കേട്ടിട്ട് എന്താ അതാണ് നീ പക്ഷിയായിട്ടാണ് നീ ഐഡന്റിഫൈ ചെയ്യുന്നെങ്കിൽ പറന്നു പോയി 2 മുട്ട ഇടും. അതെങ്കിൽ ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനസ്സിനാണ് ഞാൻ. നിങ്ങൾ കേട്ടോണ്ട് ഞാൻ പുള്ളിക്കാരന്റെ ജെൻഡർ ഏതെന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞ ആൻസർ ആണ്. അപ്പോൾ എന്റെ തള്ളക്കാണ് വിളിച്ചത്. അപ്പോൾ എന്റെ അമ്മയ്ക്ക് വിളിക്കുമ്പോൾ എനിക്ക് കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല. ഞാനും തിരിച്ചെന്തൊക്കെയോ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി, അടിയായി, സംസാരമായി, വഴക്കായി. എന്താ ഉറക്കം വരുന്നു. ഇവൻ ചെയ്ത പരിപാടി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, നേരെ എന്റെ ഉമ്മയുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് മോർഫ് ചെയ്തിട്ട് വൃത്തിയായിട്ട് ഒരു സ്റ്റോറിയും അതുപോലെ ഓരോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് ഓരോ വൃത്തിയുടെ കമന്റ്സ് കുറെ ചീത്തവിളി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. കുറച്ച് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ പറയുന്നത് എന്തെങ്കിലും കളത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്തുകൊണ്ടോ പറയാം. ഇതുപോലെ വളരെ മോശമായിട്ടായിരുന്നു എന്റെ ഉമ്മാനെ ഇവൻ വെറുതെ അബ്യൂസ് ചെയ്തത്. അപ്പോൾ എനിക്കെതിരായിട്ട് ഈ ഒരു വീഡിയോ എന്റെ സൈഡ് പോലും കേൾക്കാതെ വഫ ഹുസൈൻ തന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അവരുടെ ടീമിൽ വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ ഞാൻ കാര്യം പോയി പറഞ്ഞായിരുന്നു. ആ ഒരു വീഡിയോ റിമൂവ് ചെയ്താൽ എനിക്ക് ഇതുപോലത്തെ എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യേണ്ടി വരത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല, പേടിച്ചിട്ടല്ല. എനിക്ക് വീണ്ടും എന്റെ ഉമ്മാനെ ഇതോട്ട് ആഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഈ ഒരു സംഭവം ഞാൻ 1.5 വർഷം മുന്നേ ഞാൻ ഒഴിവാക്കിയ ഒരു കേസാണ്. വേറെ ഒന്നും കൊണ്ടല്ല. എന്റെ ഉമ്മയൊക്കെ ഇതിലൊക്കെ നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ വിഷമിച്ച ഒരു കാര്യമാണ്. അതെനിക്ക് വീണ്ടും എടുത്ത് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഇതിപ്പോൾ അവരെടുത്ത് അവരുടെ കോണ്ടന്റ് ആക്കി അവർക്കത് കോണ്ടന്റ് ആണ്, എനിക്ക് ഇതിന്റെ ലൈഫാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.